ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു റെസിപ്പി അങ്ങനെയൊന്നും പറയുന്നില്ല. ഞാൻ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അത് എന്തിനാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ദുബായിൽ ഓൺലൈൻ ക്ലാസ്സൊക്കെ മാറിയിട്ട് ഓൺ സൈറ്റ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കൊച്ചിനിന്ന് സ്കൂളിൽ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് സിമ്പിളായിട്ട് ഒരു ചിക്കൻ ഫ്രൈ, അപ്പം വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ഇന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് തയ്യാറാക്കാനായിട്ടുള്ള പരിപാടിയിലാണ്. അങ്ങനെ ഞാൻ കുറച്ച് ബോൺലെസ് പീസസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ ഒന്ന് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. പിന്നെ അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് പെരിഞ്ജീരകപ്പൊടിയും പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് ഗരം മസാല പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ഒക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മസാലയൊക്കെ പുരട്ടി ഒരു 5-10 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കും. അപ്പോൾ ഈ ചിക്കൻ ഫ്രൈ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ അങ്ങനല്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇവർക്ക് ഗ്രേഡ് 1 LKG UKG KG1 KG2 കഴിഞ്ഞിട്ട് ഗ്രേഡ് 1ലേക്ക് കൊച്ച് ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയും നാളത്തെ പോലെയല്ല, കാരണം മൊത്തത്തിൽ ടൈമിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം വളരെ മാറ്റമാണ്. അപ്പോൾ ഇന്ന് ബ്രേക്ക് ടൈമിലേക്ക് 2 ബോക്സാണ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ആദ്യം ഒരു സ്നാക്ക് ബോക്സ് എന്നുള്ള രീതിയിലും പിന്നെ ലഞ്ച് ബോക്സ് എന്നുള്ള രീതിയിലാണ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഞാൻ പാൻ എടുത്തു. പാനിലേക്ക് ആവശ്യത്തിന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരു 1-2 സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചത്. അപ്പോൾ ക്വാണ്ടിറ്റി കുറച്ച് ആക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കും ലഞ്ചിന് വേണ്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഒരു 10 മിനിറ്റോളം നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്ന ചിക്കനാണ്. ആ ഒരു എരിവും അതുപോലെ തന്നെ ഉപ്പുമൊക്കെ അതിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഞാൻ അത് ആ ഒരു ചൂടായ എണ്ണയിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അത് കൊച്ചിലേ മുതൽ ആവശ്യത്തിന് എരിവൊക്കെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ എരിവ് കഴിക്കാനൊന്നും ഒരു മടിയില്ല. അപ്പം കൂടുതൽ എരിവാണ് ഇഷ്ടം. അപ്പം അതുകൊണ്ടാണ് പെപ്പർ പൗഡറും കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ അധികം എരിവ് ഉണ്ടാവത്തില്ലല്ലോ, അതുകൊണ്ട് കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് തന്നെ കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ വീട്ടിലായിരുന്നെങ്കിൽ, ഇപ്പം നമുക്ക് വേണ്ടിയിട്ടാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ടൈമിൽ ഞാൻ കുറച്ച് കൊച്ചുള്ളിയോ അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ ഇട്ടേനെ. ഇത് മോൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ അധികം സവോളയും അതുപോലെ തന്നെ കറിവേപ്പിലയൊന്നും ഇടുന്നില്ല. കാര്യം അതൊക്കെ ഇനി എടുത്തു മാറ്റിക്കൊണ്ട് നിൽക്കുന്നതിനിടയിൽ ഇത് കഴിക്കാനുള്ള കാര്യം മറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പം ഞാൻ ഒരുപാട് ഡീപ്പ് ഫ്രൈയും അല്ല ഷാലോ ഫ്രൈയും അല്ല, ഒരു മീഡിയം പരുവത്തിന് ഇന്ന് ഫ്രൈ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഓൾമോസ്റ്റ് സെറ്റ് ആകുന്നു. അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ടുള്ള ലഞ്ച് ബോക്സും കൂടെ ഞാനൊന്ന് ഷെയർ ചെയ്യാം. കുറച്ച് ചോറെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റും അതുപോലെ തന്നെ കുറച്ച് കുക്കുംബറും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈയും കൂടിയാണ് വെച്ച് കൊടുക്കുന്നത്. അത് ലഞ്ച് ബോക്സാണ് ഫസ്റ്റ് വണ്ണ്. സെക്കൻഡ് കാണിച്ചത് കുറച്ച് നട്ട്സ്, കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റും കുക്കുംബറും. പിന്നെ ഞാൻ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കുറച്ച് നഗറ്റ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 2-3 നഗറ്റ്സ് സ്നാക്കായിട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ മുന്നോട്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും ഹെൽത്തി മീലായിട്ട് എന്തെങ്കിലും നമ്മുടെ വീട്ടിലെ ദോശയും ഇഡ്ഡലിയും അതുപോലെ തന്നെ മിനി ദോശ, മിനി ഇഡ്ഡലി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനത്തെ നമ്മുടെ ചിക്കൻ ഫ്രൈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തു. എന്നിട്ട് ആ ഒരു കോക്കനട്ട് ഓയിൽ സെപ്പറേറ്റ് ചെയ്തു. ഞാൻ കിച്ചണിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചിക്കൻ എന്ന് പറയുന്നത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, ഞാൻ നിങ്ങളെ കാണിക്കാം. ഭയങ്കര അടിപൊളി ടേസ്റ്റ്. അപ്പോൾ ചിക്കൻ പ്രത്യേകിച്ച് ഒന്നുമില്ല, മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പെരിഞ്ജീരകപ്പൊടി, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി ഒഴികെ ബാക്കിയെല്ലാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് അവൾ സ്പെഷ്യലായിട്ട് പറഞ്ഞതുകൊണ്ട് കുറച്ച് ഒന്ന് ഗ്രേവി ഒഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒരു തുള്ളി എന്നുള്ള രീതിയിൽ കുറച്ചൊരു ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇന്നത്തെ ലഞ്ചിന് വേണ്ടിയിട്ട് ഉള്ള ഒരു കൊച്ചു ചിക്കൻ ഫ്രൈ തയ്യാറാക്കലായിരുന്നു. അപ്പോൾ എപ്പോഴും ചിക്കനും കാര്യങ്ങളൊന്നും അല്ല, നമ്മൾ പല ഐറ്റംസ് മാറ്റി കൊടുത്തു വിടും. പല രീതിയിലായിരിക്കും പല ദിവസം തയ്യാറാക്കുന്നത്.
അപ്പോൾ അതാ ഞാൻ 2 ബോക്സും തയ്യാറാക്കി. ഇപ്പോൾ രാവിലെയാണ്, ഒരു 7 മണി സമയമാണ്. ആ ഒരു ടൈമിൽ നമ്മൾ പെട്ടെന്ന് റെഡിയാക്കുകയാണ്. അപ്പോൾ സ്കൂളിലൊക്കെ പോകാനായിട്ട് റെഡിയാക്കി ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ചിക്കൻ ഫ്രൈഡ് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്ന ഒരു സാധാ ചിക്കൻ ഫ്രൈ ആണ്. ഒരുപാട് ആർഭാടങ്ങളോ സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. അപ്പോൾ കഴിഞ്ഞ 2-3-4 ദിവസമായിട്ട് വീഡിയോസൊന്നും ഇട്ടില്ലായിരുന്നു. അത് വീഡിയോ ഇടാൻ പറ്റുന്ന എൻ്റെ വീഡിയോ ഇടാൻ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടുമായിട്ട് യൂട്യൂബ് ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു ഇഷ്യൂ കാരണമാണ് വീഡിയോ ഇടാതിരുന്നത്. അപ്പം എൻ്റെ ഫ്രണ്ട്സ് പലരും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എന്താണ് ഇടാത്തതെന്നുള്ളത്. അപ്പോൾ എന്നെ കാണാതിരുന്നപ്പോഴത്തേനും എന്നെ അന്വേഷിക്കുന്നതൊക്കെ കേട്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കൊടുത്തു വരാനുള്ള സ്നാക്ക് ബോക്സും അതുപോലെ തന്നെ ലഞ്ച് ബോക്സും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. താങ്ക് യു ഫോർ watch.